എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രാജ്യത്ത് വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന റേഷൻ വിതരണത്തിൽ കേന്ദ്ര സർക്കാർ കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ അറിയിപ്പ് ഏറ്റവും ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള സുപ്രധാനപരമായിട്ടുള്ള മാറ്റത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. നിലവിൽ ഓരോ അന്ത്യോദയ മഞ്ഞ റേഷൻ കാർഡുള്ള കുടുംബത്തിനും അംഗങ്ങളുടെ എണ്ണം പരിഗണിക്കാതെ പ്രതിമാസം 35 കിലോ സൗജന്യ ഭക്ഷ്യധാന്യം നൽകുന്ന രീതി മാറുന്നതാണ്. പകരം ഓരോ അംഗത്തിനും 7 കിലോഗ്രാം വീതം നൽകുന്നതാണ്. എന്നാൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന പരമാവധി ഭക്ഷ്യധാന്യം 35 കിലോ തന്നെയായിട്ട് തുടരുന്നതാണ്. അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡുമായി ബന്ധപ്പെടുത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുവാൻ ഒരുങ്ങുന്ന ഈ ഒരു മാറ്റം കേരളം പോലുള്ള അണുകുടുംബങ്ങളേറെയുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രതികൂലമാകുന്നതാണ്. 5-ൽ താഴെ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് നിലവിൽ ലഭിക്കുന്ന സൗജന്യ ഭക്ഷ്യധാന്യത്തിന്റെ അളവ് കുറയുന്നതാണ്. ഉദാഹരണം, 2 പേരുള്ള കുടുംബത്തിന് 30 കിലോ അരിയും ഗോതമ്പ് മാട്ടയും ഉൾപ്പെടെ നിലവിൽ മൊത്തം 35 കിലോ ലഭിച്ചിരുന്ന സ്ഥലത്ത് പുതിയ മാറ്റം വന്നാൽ 14 കിലോ മാത്രമേ ലഭിക്കൂ. ഇനി കുടുംബത്തിൽ കൂടുതൽ അംഗങ്ങളുണ്ട് എങ്കിലും പരമാവധി 35 കിലോ വരെ മാത്രമേ ലഭിക്കൂ. അതായത് കുടുംബത്തിൽ 10 പേരുണ്ടെങ്കിൽ 7 കിലോ വെച്ച് 70 കിലോ ലഭിക്കില്ല. പകരം മുൻപ് കിട്ടിയ 35 കിലോ തന്നെ ലഭിക്കുന്നതാണ്. അന്ത്യോദയ പദ്ധതിയിൽ കുടുംബങ്ങളുടെ വലിപ്പവുമായി ബന്ധപ്പെടുത്തി അസമത്വം നിലനിൽക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ചെറിയ കുടുംബങ്ങളിലെ ഒരു അംഗത്തിന് കൂടുതൽ അളവ് ലഭിക്കുമ്പോൾ കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങളിൽ ഈ ഒരു അളവ് കുറയുന്നുവെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡിൽ ഓരോ അംഗങ്ങൾക്ക് 5 കിലോ വീതമാണ് സൗജന്യ നിരക്കിൽ റേഷൻ നൽകുന്നത്. പിങ്ക് കാർഡ് അംഗങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ അളവ് കുറവായിരിക്കും പലപ്പോഴും അന്ത്യോദയ കാർഡിലുള്ള വലിയ കുടുംബങ്ങളിലെ അംഗത്തിന് ലഭിക്കുക എന്നും സർക്കാർ വ്യക്തമാക്കി. ഈ ഒരു അസമത്വം ഒഴിവാക്കുവാനാണ് ഭേദഗതി എന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. വലിയ കുടുംബങ്ങളിൽ ഈ ഒരു അളവ് ഉറപ്പാക്കണമെങ്കിൽ 5 പേരിൽ കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് അളവ് 35 കിലോ ആയിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ എണ്ണത്തിന്റെ പേരിൽ അന്ത്യോദയ വഴി നൽകുന്ന ഭക്ഷ്യധാന്യത്തിന്റെ അളവ് കുറയ്ക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട് 2000 ഡിസംബറിൽ ആരംഭിച്ച പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന. അടുത്ത അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ ജൂലൈ മാസം മുതൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരികയാണ്. മുൻഗണനാ ഇതര APL നീല വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകൾക്കായിട്ട് ഗോതമ്പ് വിതരണം പുനരാരംഭിക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മുൻപ് നിർത്തലാക്കിയിരുന്ന ഈ ഒരു ഗോതമ്പ് വിതരണം പുനരാരംഭിക്കുന്നതിലൂടെ വിപണിയിലെ വിലക്കയറ്റത്തിന് ഒരു പരിധിവരെ തടയിടുവാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പൊതുവിഭാഗം സബ്സിഡി നീല റേഷൻ കാർഡിന് ജൂലൈയിലെ സ്പെഷ്യൽ വിഹിതമായിട്ട് കാർഡിന് 1 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ വിതരണം ചെയ്യുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത മാസം മുതൽ ഈ ഒരു ആനുകൂല്യം റേഷൻ കടകൾ വഴി ലഭ്യമായി തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അടുത്ത മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജൂൺ 30 വരെയാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.